CR നീലകണ്ഠൻ. ഈ ഉദ്യോഗസ്ഥൻ നവീൻ ബാബുവിൻ്റെ പോലെ മോശക്കാരനാണ്. നവീൻ ബാബുവിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞിരുന്നേ? നവീൻ ബാബുവിൻ്റെ അന്വേഷണം ഇപ്പോൾ നേരത്തെ ഹാഷ്മി അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണേ. ഇപ്പം നിങ്ങൾ ഹൈലൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. നവീൻ ബാബു വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു. ദിവ്യത്വമുള്ള ഒരാളാണ് നവീൻ ബാബു. മോശപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് AKG സെൻറ്ററിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നല്ലോ, കത്ത് വന്നല്ലോ അദ്ദേഹം കൊടുത്ത പരാതി. അപ്പോൾ പരാതി എവിടെയെന്ന് എനിക്കറിയില്ല. ആ പരാതി കൊടുത്ത പ്രശാന്തൻ ഇപ്പോൾ പ്രതിയുമല്ല, കള്ളപ്പരാതി കൊടുത്ത പ്രശാന്തൻ പ്രതിയുമല്ല ആ കേസിൽ. ആകെ ദിവ്യ മാത്രം എന്തോ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു, അത് അയാൾ കേട്ട് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ പ്രേരണയ്ക്ക്. പ്രശ്നം അതല്ല. പ്രശ്നം ഇവിടെ നേരത്തെ ഹാഷ്മി ആവർത്തിച്ച് ചോദിച്ചു സഖാവ് സഞ്ജുവിനോട്, ഈ പറഞ്ഞ വാചകം തെറ്റാണോ? ബാക്കി എന്തോ ആവട്ടെ, ഇനിയിപ്പോൾ വേറെ ഞാൻ അടക്കില്ല എന്നോ അടച്ചില്ലെങ്കിൽ തൻ്റെ വീട് കണ്ടു കിട്ടുന്നോ ഒക്കെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്നിരിക്കട്ടെ, അതൊന്നും പറയാൻ പാടില്ല, അത് വേറെ വിഷയം. ഇപ്പോൾ അത് എങ്കിലും പക്ഷേ ആ സംഭാഷണത്തിൽ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, നിങ്ങൾ വലിയ നേതാവോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ പൈസ കെട്ടേണ്ടതല്ലേ എന്ന് ഞാൻ കേട്ടു. ഇപ്പോൾ ഈ കേൾപ്പിച്ച ഭാഗം മുഴുവൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. രണ്ടാമത്, താൻ പഴം ചെയ്യും എന്നെ ഞാൻ അടച്ചില്ലെങ്കിലോ ഒന്ന്. അപ്പോൾ പ്രശ്നം അതിനു മുമ്പ് അടയ്ക്കാമെന്ന് പറഞ്ഞു എന്നോ ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ അത് ഉണ്ടെന്നില്ല എന്ന് തന്നെ വയ്ക്കുക. അപ്പോൾ അതിനുശേഷം പറയുന്ന വാചകങ്ങൾ, ഏറ്റവും ഒടുവിൽ ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഒരു ഉദ്യോഗസ്ഥനോട് ഏതെങ്കിലും ഒരാൾ, അതിനിപ്പോൾ അയാൾ ഇനി ക്രിമിനൽ ആവട്ടെന്ന്, അയാളുടെ പേരിൽ അഴിമതിക്ക് നടപടി എടുത്ത ആളാവട്ടെ, അയാളുടെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെട്ട ആളാവട്ടെ, അയാളോട് പോലും നമ്മൾ പറയാമോ? പ്രത്യേകിച്ചും CPM പോലെ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ, പവർഫുള്ളായ ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എത്ര സംയമനം നഷ്ടപ്പെട്ടാലും അത് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ അതും സാധാരണ മനുഷ്യൻ തമ്മിൽ എന്താ വ്യത്യാസം? വഴിയിൽ അങ്ങോട്ട് കൂടുന്ന് ബാറിലിരുന്ന് അങ്ങോട്ട് കൂടി ഇടിയുണ്ടാക്കി ഒരാൾ ഒരുത്തനെ കുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കേണ്ടി അല്ല. CR ഇപ്പോൾ നമ്മളോട് വിളിച്ച് ഉദ്യോഗസ്ഥർ നികുതി ചോദിക്കാന്ന് വെച്ചോ, എല്ലാ ഉദ്യോഗസ്ഥരും വിനയത്തോട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരല്ല. എന്താണ് ഈ പറയുന്ന മുട ഇറക്കുന്ന, നമ്മുടെ നാടൻ ഭാഷയിൽ മുട ഇറക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇനി എത്ര വലിയ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയാലും നിന്നെ വീട്ടിൽ കയറി വിട്ടും എന്ന് ഞാൻ പറഞ്ഞാലോ, CR പറഞ്ഞാലോ, പരാതി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ കേസിലെ പ്രതിയാണ്. ഈ സാധനം മാത്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ടേപ്പ് മാത്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറി ആയതുകൊണ്ടാവില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്താൽ എനിക്കെതിരെ വധഭീഷണിക്ക് കേസെടുക്കാം, എനിക്കെതിരെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കാം, എനിക്കെതിരെ നിരവധി വകുപ്പുകളിട്ട് കേസെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ജാമ്യം എടുക്കാൻ ജാമ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല, കിട്ടുമെങ്കിൽ ജയിലിൽ പോകും. പക്ഷേ നേരത്തെ ഹാഷ്മി ചോദിച്ചതാണ് ശരി. പവർഫുള്ളായ ആളാണ് ഞാനെങ്കിൽ, അധികാരത്തിൻ്റെ ഭാഗമാണ് ഞാനെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം എനിക്കുണ്ടെങ്കിൽ എനിക്കിത് എന്തും പറയാം. പറഞ്ഞു കഴിഞ്ഞാലും ആരും ഒന്നും ചോദിക്കില്ല. ചോദിച്ചാൽ പിന്നെ പണി കിട്ടും. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നെങ്കിൽ ഇപ്പോൾ സഖാവ് സഞ്ജു ഇപ്പോൾ കേസിലെ പ്രതിയാണ്. ഇതുവരെ കേസെടുത്തിട്ടില്ലല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുത്തിട്ടില്ലല്ലോ, ഒരു FIR ഇട്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഇയാൾ പരാതി കൊടുത്തില്ല എന്ന് വയ്ക്കുക. ഇപ്പോൾ പബ്ലിക് മാധ്യമത്തിൽ ഇത് വന്നല്ലോ, ഒരു സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കൊക്കെ എതിരെ കേസുണ്ട്. പോലീസിനെ ഒരു പിക്കറ്റിംഗ് നടത്തിയാൽ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നില്ല. നമ്മളൊരു പിക്കറ്റിംഗ് നടത്തിയാൽ സഞ്ജുവിനെതിരെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും, വഴിയുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വളരെ വേണമെങ്കിൽ നോൺ ബെയിലബിളായ ഒഫൻസ് ഇട്ട് എനിക്കെതിരെ കേസെടുക്കാം, എടുത്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രണ്ടാമത്തെ കാര്യം, ഉദ്യോഗസ്ഥൻ വെട്ടുമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി വെട്ടുന്നതാണ് എന്നൊരു തോന്നൽ അയക്കുണ്ടെങ്കിൽ അയാൾ ഒതുങ്ങും. ഇപ്പം ഞാനൊരാളോട് വെട്ടുമെന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ താൻ പോയി പണി നോക്കൂടോ, എൻ്റെ അതിലും വലിയ വെട്ടുമെത്തിണ്ടെന്ന് പറയും. പക്ഷേ സഞ്ജു പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പാർട്ടിയാണ് എന്നൊരു തോന്നൽ കൂടിയുണ്ടെങ്കിൽ, പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ, ഭരണത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉദ്യോഗസ്ഥൻ പിന്നെ മിണ്ടില്ല.